ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് ആയിട്ട് വരുന്ന ഇന്റർവെൽസ് ആണ്. ഇന്റർവെൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് മെയിൻ തിയറംസ്, ഒന്ന് ക്യാരക്ടറൈസേഷൻ തിയറം ഓഫ് ഇന്റർവെൽസ്, രണ്ടാമത്തത് നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടീസ്. നെസ്റ്റഡ് ഇന്റർവെൽസും നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടീസും. അപ്പൊ ആദ്യം ആ ഇന്റർവെൽസ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഇന്റർവെൽസ് ആണ്. ആ ഇന്റർവെൽസ് ഓരോന്നോരോന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് വിച്ച് ആർ ഡിഫൈൻഡ് ആസ് ഇന്റർവെൽസ്. അപ്പൊ ആദ്യത്തെ ക്ലോസ് ഇന്റർവെൽ എ ബി. ഓഫ് കോഴ്സ് എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ് വിത്ത് എ ലെസ് ദാൻ ബി കണ്ടീഷൻ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ഇന്റർവെൽ എ ബി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് lying between a and b including a and b. അപ്പൊ a ന്റെ b ന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എയും ബിയും ഉൾപ്പെടുന്ന സെറ്റാണ് ക്ലോസ് ഇന്റർവെൽ എ. എ കോമ ബി ബിലോങ്സ് ടു ആർ എ ലെസ് ദാൻ ബി കണ്ടീഷൻ അവിടെ ഉണ്ട്. Then next is open interval a b. Notation ഇതാണ് that the set of all real numbers between a and b. a ഇല്ല b ഇല്ല, ഇത് രണ്ടും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് എ ബി ന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് ഓപ്പൺ ഇന്റർവെൽ എ ബി. ദെൻ സെമി ഓപ്പൺ അല്ലെങ്കിൽ സെമി ക്ലോസ് എന്ന് പറയുന്ന രണ്ട് ഇന്റർവെൽസ്. ഒന്ന് ഈ പറഞ്ഞ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ എ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കളക്ഷൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ അതിൽ ബി ഉണ്ട്, എ ബിന്റെ ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്, ബി ഉണ്ട്, പക്ഷേ ഏതില്ല, എ ഇല്ല. ഇത് ക്ലോസ്ഡ് അറ്റ് എ ആൻഡ് ഓപ്പൺ അറ്റ് ബി. അപ്പൊ എ ബിന്റെ ഇടയ്ക്കുള്ള എല്ലാ ആളുകളും ഉണ്ട്, എ ഉണ്ട്, പക്ഷേ ഏതില്ല, ബി ഇല്ല. Now infinite intervals. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ബൗണ്ടറീസ് അൺബൗണ്ടഡ് ഇന്റർവെൽസ് ആണ്. ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ടു ബി, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ബി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും സെറ്റ്. എ ടു ഇൻഫിനിറ്റി, എ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും സെറ്റ്. ദെൻ ഇൻഫിനിറ്റ് ക്ലോസ് ഇന്റർവെൽസ്, വ്യത്യാസത്തിലേ ഉള്ളൂ, ഇവിടെ ബിയും കൂടെ വരും. സോ മൈനസ് ഇൻഫിനിറ്റി ക്ലോസ് അറ്റ് ബി, എ ക്ലോസ്ഡ് അറ്റ് എ ആൻഡ് ഇൻഫിനിറ്റി. ഇതെല്ലാം ഇന്റർവെൽസ് ആണ്. കൂട്ടത്തിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്നുള്ളതിന് നമ്മൾ ഇന്റർവെൽ ആയിട്ടും എഴുതും, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പൊ ഇതാണ് ഇന്റർവെൽസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർവെൽസിന്റെ പ്രോപ്പർട്ടിയാണ്, ക്യാരക്ടറൈസേഷൻ ആണ്. ക്യാരക്ടറൈസേഷൻ തിയറം ഓഫ് ഇന്റർവെൽസ്. ഇഫ് S is a subset of R, R ന്റെ ഒരു സബ്സെറ്റ് ആണ് S, that contains at least 2 points. S ന്റെ അകത്ത് 2 പോയിന്റ്സ് എങ്കിലും മിനിമം ഉണ്ട്, and has the property. S ന് ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്താ പ്രോപ്പർട്ടി? രണ്ട് എലമെന്റ്സ് എക്സും വൈയും S ന്റെ അകത്ത് ഉണ്ട് with x less than y implies closed interval xy is a subset of S. അതിന്റെ അർത്ഥം രണ്ട് പോയിന്റ്സ് എക്സും വൈയും എസിലുണ്ട് വിത്ത് എക്സ് ലെസ് ദാൻ വൈ ആവുന്ന എല്ലാ കേസിലും എക്സിന്റെയും വൈന്റെയും ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും എസിലുണ്ടാവും. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എസ് ആണ്. അപ്പോ എസ് ഇസ് എ സബ്സെറ്റ്. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു? ഏത് രണ്ട് പോയിന്റ്സ് അതിന്റെ അകത്ത് എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഇടയ്ക്കുള്ള ആളുകളും ഏതിൽ തന്നെ ഉണ്ട്, എസിലുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എസ് ആണെങ്കിൽ എസ് ഇസ് ആൻ ഇന്റർവെൽ. പക്ഷെ ഇന്റർവെൽസ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ കുറെ ഇന്റർവെൽസ് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ഇന്റർവെൽസ്. അപ്പോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, എസ് എടുത്തു കഴിഞ്ഞാൽ അതും ആ കൂട്ടത്തിൽ പെടും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ തന്നെ. Let S is a subset of R with the property x comma y belongs to S and x less than y implies closed interval xy is a subset of S. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന S ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത് 4 കേസുകളായിട്ടാണ്. അപ്പൊ എസിന് 4 പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് എസ് ഇന്റർവെൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. എസ് ജസ്റ്റ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ ആണ്. ഏതൊക്കെ 4 പോസിബിലിറ്റീസ്? ഒന്നെങ്കിൽ ബൗണ്ടഡ് അബോവ് ആൻഡ് ബിലോ, അല്ലെങ്കിൽ ബൗണ്ടഡ് അബോവ് ബട്ട് നോട്ട് ബിലോ, മൂന്നാമത്തത് ബൗണ്ടഡ് ബിലോ ബട്ട് നോട്ട് അബോവ്, ആൻഡ് നാലാമത്തത് നെയ്തർ ബൗണ്ടഡ് അബോവ് നോർ ബൗണ്ടഡ് ബിലോ. അൺബൗണ്ടഡ് എന്ന് എഴുതുക. അൺബൗണ്ടഡ് എന്ന് എഴുതാന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് അല്ലാത്ത എല്ലാ കേസുകളും ഏതാണ്? അൺബൗണ്ടഡ് ആണ്. അപ്പൊ നമ്മൾ ഈ 4 കേസുകളിലും എസ് ഇന്റർവെൽ ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. S is
ബൗണ്ടഡ്. ബൗണ്ടഡ് അബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്. ബൗണ്ടഡ് അബോവ് ആണ്, ബിലോ ആണെങ്കിൽ ബൈ സുപ്രീം പ്രോപ്പർട്ടി അതിന് സുപ്രീം ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻഫിമം പ്രോപ്പർട്ടി അനുസരിച്ച് അതിന് ഏതുണ്ടാവും, ഇൻഫിമം ഉണ്ടാവും. ലെറ്റ് A is equal to infimum of S and B is equal to supreme of S. A infimum ആണ്, B ഏതാണ്, സുപ്രീം ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. ഇങ്ങനെ കുറെ സ്റ്റെപ്പുകൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ എത്തിച്ചേരും. AB, open interval AB is a subset of S, is a subset of closed interval AB. അതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഓപ്പൺ ഇന്റർവെൽ എ ബിയുടെ സൂപ്പർ സെറ്റ് ആണ് എസ്. അതേസമയം ക്ലോസ് ഇന്റർവെൽ എ ബിയുടെ സബ്സെറ്റ് ആണ് എസ്. അപ്പോ അവിടുന്ന് എസിന് 4 പോസിബിലിറ്റീസ് വരും. Then S can be ഒന്ന് S is equal to AB വരാം. 2 S is equal to AB നേക്കാൾ വലുതാവുന്നു. A ഉണ്ട് പക്ഷെ B ഇല്ല, ഇങ്ങനെ വരാം. അല്ലെങ്കിൽ S is equal to ഇങ്ങനെ വരാം. അതും അല്ലെങ്കിൽ S is equal to ക്ലോസ് ഇന്റർവെൽ. അപ്പൊ ഈ 4 കേസുകൾ വന്നു കഴിഞ്ഞാലും S എന്ത് തന്നെയാണ്, ഇന്റർവെൽ ആണ്. അപ്പൊ ഇതാണ് നമ്മളെ പ്രൂഫിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിന് ആദ്യം ഇത് പ്രൂവ് ചെയ്യും. S is a subset of closed interval AB. S is a subset of closed interval AB എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതൊരു സെറ്റ്. അപ്പൊ ഇതിലൊരാൾ എടുക്കും, അയാൾ ഇതിന്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. Now let S belongs to capital S. S എന്ന് പറയുന്ന സെറ്റിന്റെ സുപ്രീം ആണ് B. Since S is equal, B is equal to supreme of S. സുപ്രീം ആവുമ്പോ ആ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ട് ആവുമ്പോൾ ആ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും ഏതിനേക്കാൾ ചെറുതായിരിക്കണം, അപ്പർ ബൗണ്ടിനേക്കാൾ ചെറുതായിരിക്കണം. Therefore S is less than or equal to ഏത് വരണം, B വരണം. നമ്മൾ എടുത്തിരിക്കുന്ന S B നേക്കാൾ ചെറുതായിരിക്കണം. Also A is equal to infimum of S. Therefore infimum ആവുമ്പോൾ ആ സെറ്റിന്റെ ലോ ബൗണ്ട് ആണ്. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A എന്ന് പറഞ്ഞാൽ infimum ആണ്, ലോ ബൗണ്ട് ആണ്. B എന്ന് പറഞ്ഞാൽ സുപ്രീം ആണ്, അപ്പർ ബൗണ്ടും ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടും A is less than or equal to S. Therefore S belongs to closed interval AB. ക്ലോസ് ഇന്റർവെൽ AB എന്ന് പറഞ്ഞാൽ A ന്റെ B ന്റെ ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും ഉള്ളതാണ്. സോ S belongs to closed interval AB. നമ്മളിപ്പോ S എവിടെ എടുത്തത്, ക്യാപിറ്റൽ എസ് ലാ. S ഏതിൽ വന്നു, ക്ലോസ് ഇന്റർവെൽ AB. Therefore എന്ത് കിട്ടി, capital S is a subset of closed interval AB. അപ്പൊ ഒരു പാറ്റേൺ. ഇനിയിപ്പോ അടുത്ത എന്താ വേണ്ടേ, ഇതാണ്. അപ്പൊ ഇതിലൊരാളെടുക്കും. ഇതിലുള്ള ആളെന്ന് പറഞ്ഞാൽ A ന്റെ B ന്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പർ. സോ അടുത്തത് let Z be a real number such that A less than Z less than B. അതായത് A ന്റെ B ന്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പർ ആണ് ആര്, Z. Since Z less than B and B is equal to supreme of S, ഈ സെറ്റിന്റെ സുപ്രീം ആണ് B, അതിനേക്കാൾ ചെറുതാണ് Z. അതിനർത്ഥം Z cannot be an upper bound of S. സുപ്രീം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. Z അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. Z അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z-നേക്കാൾ അപ്പുറത്ത്, ഇത് കുറെ പ്രൂഫുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരാള് ഹൈറ്റിന്റെ ടേംസിൽ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുന്നെങ്കിൽ എപ്പോഴാണ് നമ്മൾ പറയാ, അതിനേക്കാൾ വലിയൊരാൾ ആ സെറ്റിൽ ഉണ്ടെങ്കിലല്ലേ. അപ്പോ
Z cannot be an upper bound of S. So Z is not an upper bound of S. Therefore, there exists some Y belongs to S such that Z is less than 1. അതിനേക്കാളും അപ്പുറത്ത് ഏതുണ്ടാവണം? ഒരു Y ഉണ്ടാവും. ഇതേപോലെ ഏത് കേസും പറയാം. A less than Z ആണ്. Also A less than Z and A is equal to infimum of S. ഇൻഫിമത്തിനേക്കാൾ വലിയൊരാളാണ് ആര്? Z. So Z is not a lower bound of S. But Z lower bound അല്ല. Z lower bound അല്ല എന്ന് പറയുമ്പോൾ Z-ന്റെ ഹൈറ്റിന്റെ ടേംസിൽ ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം Z-നേക്കാൾ ചെറിയ ആരോ ഒരാൾ ആ സെറ്റിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഉണ്ടെന്നല്ലേ. സോ ദാറ്റ് മീൻസ് there exists some X belongs to S such that X is less than Z. ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? Now X, Y belongs to S with X less than Z less than Y. അപ്പോൾ ഇവിടെ കണ്ടീഷൻ നോക്കാം. നമുക്ക് അസംഷൻ ഉണ്ട് X, Y belongs to S with X less than Y. X less than Z less than Y എന്ന് പറഞ്ഞാൽ X less than Y. So by given condition closed interval XY is a subset of S. ക്ലോസ് ഇന്റർവെൽ XY സബ്സെറ്റ് ഓഫ് S ആണെങ്കിൽ X-ന്റെയും Y-ന്റെയും ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും ഏതിലുണ്ട്? S-ലുണ്ട്. Therefore X-ന്റെയും Y-ന്റെയും ഇടയ്ക്കുള്ള ആളെന്ന് പറഞ്ഞാൽ Z X-ന്റെയും Y-ന്റെയും ഇടയിലല്ലേ. സോ Z belongs to ഏത് വരണം? S വരണം. നമ്മൾ എവിടുന്ന Z സ്റ്റാർട്ട് ചെയ്തത്? Z be a real number such that A less than Z less than B. So that gives open interval AB is a subset of S. അപ്പോൾ ഇത് 1, ഇത് 2, from 1 and 2, open interval AB is a subset of S is a subset of closed interval AB. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ S can be either open interval AB or semi open interval or ഏതും വരാം ക്ലോസ് ഇന്റർവെൽ. ഏത് കേസായാലും എസ് എന്തായി? ഇന്റർവെൽ. And all the possibilities are intervals. So S is an interval. Therefore S is an interval. അപ്പോൾ എവിടുന്നാ തുടങ്ങിയത്? നമ്മൾ കേസ് 1 മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. കേസ് 1 is over. കേസ് 1-ല് S ബൗണ്ടഡ് ആണെങ്കിൽ ഇൻഫിം ഉണ്ട്, സുപ്രീം ഉണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഏത് പ്രൂവ് ചെയ്യും? ഓപ്പൺ ഇന്റർവൽ AB is a subset of S is a subset of closed interval AB എന്ന് പ്രൂവ് ചെയ്യും. അതിന് ഇവിടെ ഒരു S എടുത്തു, S-ലെടുത്തു, ഇതിൽ വന്നു. സോ S is a subset of closed interval AB. ഇനി അടുത്ത ഓപ്പൺ ഇന്റർവൽ AB-ല് ഒരു Z എടുത്തു. Z less than B. B is a supremum. So Z-ന് അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. അതിനകത്ത് Z-ന്റെ അപ്പുറത്ത് ഒരു Y ഉണ്ട്. അതേപോലെ Z A-നേക്കാൾ വലുതാണ്. A ഇൻഫിമം. Z-ന് ലോവർ ബൗണ്ട് ആവാൻ പറ്റില്ല. സോ Z-ന്റെ ഇപ്പുറത്ത് ഒരു X ഉണ്ട്. സോ X-ന്റെയും Y-ന്റെയും ഇടയ്ക്കായിട്ട് Z. അങ്ങനെ വരുമ്പോൾ നമ്മള് അസംഷൻ പ്രകാരം
ക്ലോസ് ഉണ്ടാവില്ല എക്സ് വൈ എസിൽ ഉണ്ടാവണം, ഇതിന്റെ ഇടയിലല്ലേ സെഡ്, സോ സെഡ് എസിൽ ഉണ്ടാവണം. സോ സെഡ് എന്റെ ബിന്റെ ഇടയ്ക്ക് എടുത്തു, അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ എടുത്തു, സെഡ് എസിലെത്തി. സോ ഓപ്പൺ ഇന്റർവെൽ എ ബി എസിന്റെ സബ്സെറ്റ് ആയി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 4 പോസിബിലിറ്റീസ്, എല്ലാ പോസിബിലിറ്റീസിലും എസ് ഏതാണ്? ഇന്റർവെൽ ആണ്. അപ്പൊ ഇനി അടുത്തത് എസ് ബൗണ്ടഡ് above but not bounded below. S is bounded above but not bounded below. ബൗണ്ടഡ് above ആകുമ്പോൾ അതിന് എന്തുണ്ടാവും? സുപ്രീം ഉണ്ടാവും. അപ്പൊ നമുക്ക് സുപ്രീമത്തിന് ബി എന്ന് വിളിക്കാം. സോ ലെറ്റ് സുപ്രീം ഓഫ് എസ് ഇസ് ഈക്വൽ ടു ബി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എസ് ഇസ് ബൗണ്ടഡ് above. ബൗണ്ടഡ് above എന്ന് പറയുമ്പോൾ ആ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ബി വരെയുള്ള ആളുകൾ ഉണ്ടാവാം. ബി ഇസ് സുപ്രീമം, ഇങ്ങനെയാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ബി എന്ന് പറയുന്ന സെറ്റ് is a subset of S is a subset of minus infinity to close interval B. ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എസിന് ഉള്ള പോസിബിലിറ്റി ഒന്നുകിൽ എസ് ഇതാവും അല്ലെങ്കിൽ ഇതാവും. 2 പോസിബിലിറ്റി ഉള്ളൂ. 2 കേസായാലും എസ് എന്ത് തന്നെയാണ്? ഇന്റർവെൽ ആണ്. ഇനി അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ പോർഷൻ പ്രൂവ് ചെയ്യണം. ആ പോർഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ലെറ്റ് എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. ക്ലിയർലി സുപ്രീമത്തിനേക്കാൾ ചെറുതായിരിക്കണ്ടേ എസ്. സോ ദാറ്റ് ഇംപ്ലൈസ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. കാരണം ബി ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് എസ്. അപ്പൊ അതൊക്കെ എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എസ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ് ഇന്റർവെൽ ബി. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പറഞ്ഞു. അവിടെ എയും ബിയും ഉണ്ടായിരുന്നു. സോ എ ബിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു. ഇപ്പൊ എസ് ഞാൻ ക്യാപിറ്റൽ എസ് എടുത്തു, ആ എസ് ഇതിലുണ്ട്. സോ therefore ക്യാപിറ്റൽ എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ് ലെറ്റ് ബി. അപ്പൊ ഈ പോർഷനായി. ഇനിയിപ്പോ ഇത് ഇതിന്റെ സബ്സെറ്റ് ആണെന്ന് കിട്ടണം. Now let Z be a real number. Z ഇതിലുണ്ടാവണം. Z ഇതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ with Z less than. നേരത്തെ A less than Z less than B ആയിരുന്നു. അപ്പൊ അതിന്റെ പകുതി ഇവിടെ വരുന്നുള്ളൂ. ഇനി Z less than B എന്നുള്ളത് ഉപയോഗിക്കാം. Since B is equal to supreme of S and Z less than B, ഈ Z എന്താവാൻ പറ്റില്ല? Z less than B ആണ്. Z ന് അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. Therefore Z is not an upper bound of S. ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും Z നേക്കാൾ ചെറുതോ ഈക്വൽ ആവുമ്പോഴാണ് അപ്പർ ബൗണ്ട് ആവും. Z അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ആ സെറ്റിൽ വേറെ ആരോ ഉണ്ട്. That implies there exists some y belongs to S such that Z is less than y. Z ന്റെ അപ്പുറത്ത് ഒരു y ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. പക്ഷെ നേരത്തെ A is equal to infimum ആയിരുന്നു. അതുകൊണ്ട് Z cannot be the lower bound. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് ഒരു x ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ അത് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയാവുന്ന ഒരു കാര്യം S is not bounded below. അത് ഉപയോഗിക്കാം. Since S is not bounded below, there exists some x belongs to S such that x is less than Z. അതെങ്ങനെയാ? എസിലുള്ള ഒരാളാണ് Z. ഇത് ബൗണ്ടഡ് ബിലോ അല്ല. അപ്പൊ Z ന്റെ അപ്പുറത്ത് വേറെ ആരോ ഉണ്ട് ആ സെറ്റില്. Z ന്റെ അപ്പുറത്ത് വേറെ ആരും ഇല്ലെങ്കിൽ അതിനർത്ഥം ഈ Z എന്തായി പോകും? ലോവർ ബൗണ്ട് ആയി പോകും. സോ ക്ലിയർ ആയിട്ടും Z ന്റെ അപ്പുറത്ത് ഇറ്റ്സ് നോട്ട് ബൗണ്ടഡ് ബിലോ. Z ന്റെ അപ്പുറത്ത് ഒരാളല്ല കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി എക്സും വൈയും കിട്ടി വിത്ത് ദ കണ്ടീഷൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ Z ലെസ് ദാൻ വൈ. സോ
x comma y belongs to S with x less than y. X less than y എന്ന് വരാനുള്ള കാരണം x less than z ആണ്, z less than y ആണ്. So x less than y. So that implies closed interval xy is a subset of S. ഇതെവിടുന്ന? By the given condition. Therefore z belongs to S. അതുകൊണ്ട് z belongs to S എന്ന് കിട്ടിയത്. ക്ലോസ് ഇന്റർവൽ xy S ന്റെ സബ്സെറ്റ് ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള എല്ലാ ആൾക്കാരും S ലുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഒരാളാണല്ലോ z. ഈ z നമ്മൾ എവിടെ തുടങ്ങിയത്? മൈനസ് ഇൻഫിനിറ്റി, z belongs to മൈനസ് ഇൻഫിനിറ്റി ടു b. ഇതാണ് നമ്മളെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ z belongs to S ആയി. Therefore minus infinity b is a subset of S. അപ്പോൾ ഇത് 1, ഇത് 2, from 1 and 2 നമുക്ക് കിട്ടും minus infinity to b open is a subset of S, is a subset of minus infinity to b closed. So S ന് രണ്ടേ പോസിബിലിറ്റി ഉള്ളൂ. Therefore S can be either minus infinity to b or minus infinity b closed. ഇത് രണ്ടായാലും എന്താണ്? ഇന്റർവെൽസ് ആണ്. Therefore S is an interval. അപ്പൊ ഏത് കേസുമായി? ഈ കേസുമായി. ഇനി ഇതേപോലെ നേരെ തിരിച്ച് എന്ന് പറയുമ്പോൾ ബൗണ്ടഡ് ബിലോ ആണ്. ബൗണ്ടഡ് ബിലോ ആകുമ്പോൾ നമുക്ക് ഒരു ഇൻഫിമം എടുക്കാം എ. ഇൻഫിമം എ എന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടി വരും? ഇൻഫിമം എ എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ പിന്നെയുള്ള സെറ്റ് വരുന്നത് is a subset of S is a subset of closed at infinity. ഇത് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ ഒരു S എടുക്കാം, ആ S ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാം. ഇതിലൊരു Z എടുക്കാം. ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ട് പ്രൂവ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പൊ കേസ് 3 സിമിലർ ടു കേസ് 2 അവിടെ തുടങ്ങും. കേസ് 4 if S is unbounded ആണെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എത്ര മാത്രമേ ഉള്ളൂ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി is a subset of S എന്ന് പ്രൂവ് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി R ആണ്. R is a subset of S എന്ന് പറ്റില്ലല്ലോ. So only possibility S is equal to minus infinity to infinity. So again interval. ഇവിടെ ഒരു Z എടുക്കും. അവിടെ ഒരു Z എടുക്കാന്ന് Z is a real number. Let Z is a real number. Now S is not bounded above. Since S is not bounded above, there exists y belongs to S such that Z is less than y. Bounded above അല്ലാത്തതുകൊണ്ട് Z ന്റെ അപ്പുറത്ത് ഏതുണ്ടാവും? ഒരു y ഉണ്ടാവും S ൽ. Also S is not bounded below. So there exists some x belongs to S such that x is less than Z. അപ്പോൾ S ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് അൺബൗണ്ടഡ് ആയതുകൊണ്ട് നിങ്ങൾ റിയൽ നമ്പർ Z എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Z-നേക്കാൾ അപ്പുറത്ത് ഏതുണ്ടാവും? ഈ S ൽ ഒരു y ഉണ്ടാവണം. y ഇല്ലെങ്കിൽ ഈ Z S ന്റെ അപ്പർ ബൗണ്ട് ആയി പോകും. അതേമാതിരി ബൗണ്ടഡ് ബിലോ അല്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് ഒരു x ഉണ്ടാവും ഏതില്? S ൽ. അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ ഈ Z S ന്റെ ലോവർ ബൗണ്ട് ആയി പോകും. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് therefore x, y belongs to S with x less than y. So that implies closed interval xy is a subset of S. That implies Z belongs to S. That gives Z നമ്മൾ എവിടെ എടുത്തേ? Z is any real number. Z is any real number എന്ന് പറഞ്ഞാൽ Z belongs to ഏതാണ്? minus infinity to infinity. So minus infinity to infinity is a subset of S. So only possibility
S is equal to minus infinity to infinity and interval. Therefore, in all four cases, S is an interval. When the conclusion, E condition satisfy in the A set interval. Next is nested intervals. So nested intervals and nested interval property വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. കളക്ഷൻ ഓഫ് ഇന്റർവെൽസ് at in y1 i2 i3 i4 etc എന്നുള്ള ഒരു കളക്ഷൻ ഓഫ് ഇന്റർവെൽസിനെ നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് പറയും. If they have this property, i1 is a superset of i2 is a superset of i3 is a superset of i4 ഇങ്ങനെ. അപ്പൊ ആദ്യത്തെ വലുത് പിന്നെ അതിനുള്ളിൽ ഇങ്ങനെ പോകുന്ന കളക്ഷൻ ഓഫ് ഇന്റർവെൽസിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് വിളിക്കുന്നത്. ഇത് i1, അതിന്റെ ഉള്ളിലാണ് i2, അതിന്റെ ഉള്ളിലാണ് i3, അതിന്റെ ഉള്ളിലാണ് i4. അപ്പോൾ i1 is superset of i2, superset of i3, superset of ഇങ്ങനെ പോകുന്ന കളക്ഷൻ ഓഫ് ഇന്റർവെൽസിനെയാണ് നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് വിളിക്കാവുന്നത്. എക്സാമ്പിൾ ആയിട്ട് in is equal to ക്ലോസ് ഇന്റർവെൽ 0 1/n. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടാവുന്നത് 0 1 ആണ്. 0 1. അടുത്ത i2 എന്ന് പറയുമ്പോൾ 0 1/2 ആയി. അടുത്ത 0 1/3 ആയി, 0 1/4 ആയി. 0 അവിടെ ഫിക്സ്ഡ് ആ, പക്ഷെ മറ്റൊരു കൊണ്ട് അടുത്തടുത്ത് വരികയാണ്. സോ ഉള്ളിലായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കളക്ഷൻ ഓഫ് ഇന്റർവെൽസ് ആണ്. So in is equal to minus 1/n 1/n. Another collection is open on. So minus 1 തുടങ്ങി minus 1/2 1/2 minus 1/3 1/3 minus 1/4 1/4 ഇങ്ങനെയുള്ള collection of intervals satisfying this property is called nested intervals. അപ്പോൾ അടുത്തത് nested interval property. ഇതാണ് nested interval property. Let in closed interval a and bn is a nested sequence of closed bounded intervals. So closed intervals ആണ്. i1 superset of i2 superset of i3 superset of ഇങ്ങനെ പോകുന്നതാണ്. Then there exists a number psi belongs to R, means there is a real number psi belongs to in for all n belongs to. എല്ലാ ഇന്റർവെൽസിനുള്ള ഒരു നമ്പറെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് നെസ്റ്റഡ് ഇന്റർവെൽസിന് മാത്രമേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉള്ളൂ. ക്ലോസ്ഡ് അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. in is equal to open interval 0 1/n നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും 0 1 0 1/2 0 1/3 ഇങ്ങനെ അടുത്തടുത്ത് പോവാണ്. as n tends to infinity it is approaching to 0. ഒരു പോയിന്റ് പോലും കോമൺ ആയിട്ട് ഉണ്ടാവില്ല. അതേസമയം in is equal to 0 1/n എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർ ആണ് അതിൽ ഒരു പോയിന്റ് കോമൺ ആയിട്ട് ഉണ്ടാവും. അതേതാണ് 0 ആണ്. in is equal to 0 1 plus 1/n ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിലുള്ള ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, bn minus an. ആ ഇന്റർവെൽസിന്റെ ലെങ്ത് കുറഞ്ഞ് 0 പോവുകയാണെങ്കിൽ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. psi is unique. ഇതാണ് റിസൾട്ട്. in ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽസ് ആണ്, നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇന്റർവെൽസിലുള്ള ഒരാളെങ്കിലും ഉണ്ടാവും. Suppose that in is equal to a and bn, n belongs to n, is a nested sequence. Clearly closed എന്നുള്ളത് അവിടെ എടുത്തിട്ടുണ്ട്. Then nested sequence of intervals. Then i1 is superset of i2 is superset of i3 is superset of etc. അങ്ങനെ വരുമ്പോ നമ്മള് i1 that is a1 b1, i2 a2 b2, i3 a3 b3 ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങോട്ട് പോകും. അപ്പൊ തന്നെ അവിടുത്തെ ഒരു പാറ്റേൺ ക്ലിയർ ആണ്. Therefore we get a1 is less than or equal to a2 less than or equal to a3 is less than or equal to etc.
an less than or equal to etc. less than or equal to bn less than or equal to etc. b3 less than or equal to b2 less than or equal to b1. അപ്പൊ ഇങ്ങനെയായിരിക്കും ആ പാറ്റേൺ വരിക. ക്ലിയർലി b1 is an upper bound of set A. അപ്പൊ ഈ എന്നുകളുടെ അപ്പർ ബൗണ്ട് ആണ് b1 മാത്രമല്ല എല്ലാ bnകളും എന്താണ് അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഇപ്പൊ ഈ സെറ്റ് an ബൗണ്ടഡ് എബവ് ആണ്. Set an has a supreme. അപ്പോൾ സുപ്രീം ഉണ്ടാവും. ആ സുപ്രീമത്തിന് നമ്മൾ ഈ സൈ എന്ന് എടുക്കാം. Let is equal to supreme of set A. അപ്പൊ A1 ലെസ് ആൻ A2 ലെസ് ആൻ ഇങ്ങനെ പോയിട്ട് ഇത് ഇങ്ങനെ പോകുന്ന ഇവരൊക്കെയും ഏനുകളുടെ അപ്പർ ബൗണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ എവിടെയോ അതിന്റെ സുപ്രീം ഉണ്ടാവും. ആ സുപ്രീമത്തിനെ നമുക്ക് ഏതെന്ന് വിളിക്കാം സൈ എന്ന് വിളിക്കാം. ഓക്കെ, സുപ്രീം ആയതുകൊണ്ട് ക്ലിയർ ആയിട്ടും therefore an is less than or equal to psi for all n belongs to n. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഏനുകളുടെ അപ്പർ ബൗണ്ട് ആണ് b1, b2 അപ്പർ ബൗണ്ട് ആണ്, b3 അപ്പർ ബൗണ്ട്, എല്ലാ bnകളും എന്താണ് അപ്പർ ബൗണ്ട് ആണ്. ഓൾസോ bn is an upper bound of set an where n belongs to n for all n belongs to n. ഓരോ bnനും എന്താണ് അപ്പർ ബൗണ്ട് ആണ്. പക്ഷെ ഈ സൈ നമ്മൾ എടുത്തിരിക്കുന്ന സുപ്രീം ആണ്. therefore psi is less than or equal to bn for all n belongs to n. That implies an less than or equal to psi is less than or equal to bn for all n belongs to n. That implies psi belongs to closed interval a and bn for all n belongs to n, or psi belongs to in for all n belongs to n. അപ്പൊ ഇവിടെ ആകെ ഇത്രയേ ഉള്ളൂ. I1 സൂപ്പർസെറ്റ് ഓഫ് I2 സൂപ്പർസെറ്റ് ഓഫ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ബിഎനുകളൊക്കെയും ഈ എനുകളുടെ അപ്പർ ബൗണ്ട്സ് ആ. അപ്പൊ എനുകളുടെ സുപ്രീം ആയിട്ട് ഞാൻ സൈ എടുത്തു. അപ്പൊ എനുകളൊക്കെ സൈനേക്കാൾ ചെറുതാ. ഇവരൊക്കെ അപ്പർ ബൗണ്ട്സ് ആയതുകൊണ്ട് ഈ സുപ്രീമം ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലേ. സോ സൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിഎനും വന്നു. സോ സൈ ബിഎൻ എൻ ബിഎന്റെ അകത്ത് മെമ്പർ ആവും. അപ്പൊ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അഥവാ ഈ bn മൈനസ് എന്റെ ഇൻഫിമം ഇസ് 0 അല്ലെങ്കിൽ bn മൈനസ് എൻ ഇസ് ലിമിറ്റ് ടെൻഡിങ് ടു 0 കുറഞ്ഞു 0 വരികയാണെങ്കിൽ സൈ ഇസ് യുണീക്. യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എപ്പോഴും എടുക്കുക വേറൊരാളും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഫിമം ഓഫ് bn minus an where n belongs to n is equal to 0. Also suppose that ഈ psi ഉണ്ട് comma eta belongs to in for all n belongs to n. അങ്ങനെ രണ്ട് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. Then an is less than or equal to psi is less than or equal to bn for all n belongs to n. അതേപോലെ an is less than or equal to eta is less than or equal to bn for all n belongs to n. അപ്പോൾ ഇവിടെ an ഇവിടെ ഉണ്ട്, bn ഇവിടെ ഉണ്ട്. ഇതൊരു ഇന്റർവെൽ ആണ്. ഇത് എല്ലാ ഇന്റർവെൽസിനും ഇത് ബാധകമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരാളാണ് സൈ, അതിന്റെ ഇടയ്ക്കുള്ള ഒരാളാണ് ഈറ്റ. അത് ആരാണ് അങ്ങോട്ടോട്ട് വരുന്നത് അറിയില്ല. പക്ഷെ നമുക്ക് ഉറപ്പാണ് ഇവര് തമ്മിലുള്ള ഡിഫറൻസിനേക്കാൾ ചെറുതായിരുന്നു. അപ്പൊ ഇവിടുന്ന് ക്ലിയർ ആണ് മോഡുലസ് ഓഫ് ഏതാ വരുന്ന അറിയില്ല. സൈ മൈനസ് ഈറ്റ ലെസ് ദാൻ bn മൈനസ് an for all n belongs to n.
ഇനി ബി എൻ മൈനസ് എന്റെ ലെങ്ത് ടെൻഡിങ് ടു 0 അല്ലെങ്കിൽ ഓൾസോ infimum of bn minus n belongs to n is equal to 0. So for epsilon greater than 0 ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും there exists m belongs to n such that bm minus am is less than epsilon. അതായത് ഇത് കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും ഏതിനേക്കാൾ ചെറുതായിട്ട് എപ്സിലോണിനേക്കാൾ. ഈ എം വളരെ വലുതായിരിക്കും. A1 B1 A2 B2 A3 B3 A4 ഇങ്ങനെ പോയി 0 പോകുന്നത്. ഇവർ അടുത്തടുത്ത് പോവാണ്. സോ ഏതോ BM മൈനസ് AM ഏതിനേക്കാൾ ചെറുതായി പോകും, എപ്സിലോണിനേക്കാൾ ചെറുതായി കൊണ്ടുവരാൻ പറ്റും. അത് എത്ര തന്നെ ചെറിയ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ കൂട്ടത്തിൽ രണ്ടുപേരെ കിട്ടും. നമുക്ക് ആ കൂട്ടത്തിൽ ഒരു AM BM കിട്ടും. അവന്റെ ഡിഫറൻസ് ഏതിനേക്കാൾ ചെറുതാവും, എപ്സിലോണിനേക്കാൾ ചെറുതാവും. ഇനി ഇവരുടെ ഡിഫറൻസ് BN മൈനസ് AN ചെറുതാണ് ഫോർ ഓൾ n ബിലോങ്സ് ടു n. അപ്പൊ ഇവരെക്കാളും ചെറുതായിരിക്കും. സോ വി ഗെറ്റ് ലെസ് ദാൻ BM മൈനസ് A ലെസ് ദാൻ എപ്സിലോൺ. സോ ദാറ്റ് ഇംപ്ലൈസ് ഏത് എപ്സിലോണിന്, ആ എപ്സിലോൺ ആർബിട്രറി ആണ്. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഏത് എപ്സിലോണിനും എപ്സിലോൺ ഇസ് ആർബിട്രറി, നമുക്കിത് 0 ആയേ മതിയാവുള്ളൂ. That implies psi is equal to eta. ഒന്നുകൂടെ നോക്കാം. ഇങ്ങനെ രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കാം. അവരെല്ലാ എ എൻ ബി എല്ലിലും ഉണ്ട്. രണ്ടാളുണ്ട്. രണ്ടാളും എല്ലാ എ എൻ ബി എല്ലിലും ഉണ്ടെങ്കിൽ ഇവരുടെ ഡിഫറൻസ് ബി എൻ മൈനസ് എ എന്നേക്കാൾ ചെറുതായിരിക്കും ഫോർ എല്ലാ എ എൻ. അപ്പൊ പക്ഷെ ഇവരുടെ ഈ ഡിഫറൻസിന് ഇൻഫിമം ടെൻസ് 0 ആണ്. അപ്പൊ ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും എത്ര തന്നെ ചെറിയ പോസിറ്റീവ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ ചെറുതായിട്ട് ഒരു ബി എം മൈനസ് എ എം പോസിബിൾ ആണ്. ആ ബി എം മൈനസ് എ എമ്മിനേക്കാളും ചെറുതായിരിക്കും ഇവരുടെ ഡിഫറൻസ്. കാരണം എല്ലാ എന്നിനും ഇവര് എല്ലാ ബി എൻ മൈനസ് എ എന്നേക്കാളും ചെറുതാണ് ഇവരെന്ന ഈ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബി എം മൈനസ് എ എമ്മിനേക്കാളും ചെറുതായിരിക്കണം. സോ നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ കിട്ടി. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ വളരെ ചെറുത്. അപ്പൊ ആ ഒരു പോസിബിലിറ്റി ഇത് 0 ആണ്. ഇത് 0 ആണെന്നുണ്ടെങ്കിൽ psi is equal to eta. So that means എപ്പോഴാ യുണീക്ക് ആവുക? ക്ലോസ് ഇന്റർവൽ എ എൻ ബി എന്ന് പറഞ്ഞ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഇന്റർവൽസ് കൺസിഡർ ചെയ്താൽ ക്ലിയർ ആയിട്ടും ഒരു psi എങ്കിലും ഉണ്ടാവും that belongs to all the nested intervals. പക്ഷെ ഇവരുടെ ലിമിറ്റ് ഇന്റർവൽസിന്റെ ലെങ്ത് ടെൻഡ്സ് ടു 0 ആവുകയാണെങ്കിൽ ആ psi യൂണിക് ആയി. So the closed interval 0 is uncountable അല്ലെങ്കിൽ R is uncountable. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് 1.7 വീഡിയോയിൽ. അവിടെ ക്ലോസ് ഇന്റർവൽ 0 is uncountable എന്ന് പ്രൂവ് ചെയ്തു. അതിനോടൊപ്പം R is uncountable എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടും ഈ ക്ലോസ് ഇന്റർവൽ 0 is uncountable എന്നുള്ളതിന്റെ പ്രൂഫ് ഒന്ന് ഔട്ട്ലൈൻ പറയുകയാണ്. സപ്പോസ് നമ്മൾ അഗൈൻ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് ട്രൈ ചെയ്യുന്നത്. സപ്പോസ് ക്ലോസ് ഇന്റർവൽ 0 is countable. ക്ലോസ് ഇന്റർവൽ 0 നമുക്ക് വേണമെങ്കിൽ I എന്ന് വിളിക്കാം. സോ I is countable. I countable ആണെങ്കിൽ then elements of I can be listed as a sequence. I is equal to നമുക്ക് ഒരു x1 x2 etc എന്നിങ്ങനെ ലിസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ് ഇന്റർവൽസ് ഇതിന്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ചൂസ് എ ക്ലോസ് ഇന്റർവൽ I1 subset of I എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവൽ 0 അപ്പൊ അതിന്റെ സബ്സെറ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. Subset of closed interval 0 in such a way that x1 does not belong to I.
അപ്പൊ ഈ I1 എന്ന് പറഞ്ഞ ക്ലോസ് ഇന്റർവെലിന്റെ അകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന x1 ഉണ്ടല്ലോ, അതിപ്പോ 1/2 ആണെങ്കിൽ ഈ 1/2 ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ ചൂസ് ചെയ്യുക ആസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ 0 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന്റെ ഒരു സബ്സെറ്റ് ഇതില്ലാത്തത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇതായി. ഇനി now choose a closed interval I2 subset of I1. അപ്പൊ I2 നമ്മൾ ചൂസ് ചെയ്യുന്ന I1 ന്റെ സബ്സെറ്റ് ആയിട്ടാണ്. in such a way that x2 does not belongs to I2. അപ്പൊ I1 ന്റെ സബ്സെറ്റ് ആയി x2 എന്നുള്ളത് 3/4 ആണെങ്കിൽ I1 ന്റെ അകത്തുനിന്ന് I2 ചൂസ് ചെയ്യാൻ in such a way that 3/4 does not belongs to I2. അപ്പൊ I2 ആയി. ഇനി എങ്ങനെ I3 ചൂസ് ചെയ്യാം? I2 ന്റെ സബ്സെറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം, ക്ലോസ് ഇന്റർവെൽ ആയിരിക്കണം, പക്ഷെ അതിനകത്ത് ഏതുണ്ടാവരുത്, x3 ഉണ്ടാവും. ഇങ്ങനെ I4 ചൂസ് ചെയ്യാം, I4 ചൂസ് ചെയ്യാം, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. Continuing like this, we get a nested sequence of closed intervals. I1, superset of I2, superset of I3, superset of I4, etc. अब इस നമുക്ക് nested interval property apply ചെയ്യാം. So by nested interval property, എന്താ nested interval property? ഇങ്ങനെ closed nested sequence of intervals ഉണ്ടെങ്കിൽ there exists psi belongs to In for all n belongs to. അപ്പൊ ഇതിന്റെ അകത്തൊക്കെയും കോമൺ ആയിട്ട് ഏതുണ്ടാവും? ഒരാളുണ്ടാവും, ആ ആൾ നമുക്ക് ഏതെന്ന് വിളിക്കാം, സൈ എന്ന് വിളിക്കാം. പക്ഷെ ഈ സൈ x1 അല്ല, കാരണം x1 ഏതിലില്ല, I1 ഇല്ല, I1 ഇല്ല, ഒന്നുമില്ല. ആൻഡ് സൈ എന്ന് പറഞ്ഞാൽ ഏതല്ല, x2 അല്ല, സൈ എന്നുള്ള ഏതല്ല, x3 അല്ല, ബട്ട് psi is not is equal to xn for all n belongs to it. അതൊരു കോൺട്രഡിക്ഷൻ ആയില്ലേ? എന്തിനു കോൺട്രഡിക്ഷൻ? ഈ psi എന്ന് പറയുന്നത് എന്തായാലും ഏതിലുള്ള ആളാണ്, ക്ലോസ് ഇന്റർവെൽ 0 എന്നുള്ളതാണ്. പക്ഷെ psi ഏതല്ല, x1 അല്ല, x2 അല്ല, x3 അല്ല, ഇതിലൊന്നുമില്ല, ഇതിൽ പെടുന്ന ആളല്ല. അതിന്റെ അർത്ഥം എന്ത് പറ്റില്ലാന്നായി? The elements of closed interval 0, 1 cannot be listed as a sequence. അല്ലെങ്കിൽ closed interval 0, 1 is not countable. A contradiction. എന്തിനു കോൺട്രഡിക്ഷൻ? ക്ലോസ് ഇന്റർവെൽ 0, 1 is equal to x1, x2 ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്തായിരുന്നു. Therefore എന്ത് പറയാം? ക്ലോസ് ഇന്റർവെൽ 0, 1 is uncountable. ക്ലോസ് ഇന്റർവെൽ 0, 1 uncountable ആണെങ്കിൽ R ഏതിനായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. കാരണം R ന്റെ സബ്സെറ്റ് ആണ് ക്ലോസ് ഇന്റർവെൽ 0, 1. ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകൾ ഒക്കെയും ഏതാവണം? കൗണ്ടബിൾ ആവണം. അഥവാ R കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ക്ലോസ് ഇന്റർവെൽ 0, 1 കൗണ്ടബിൾ ആണ്. പക്ഷെ ഇവിടെ ക്ലോസ് ഇന്റർവെൽ 0, 1 അൺകൗണ്ടബിൾ ആയതുകൊണ്ട് R എന്തായേ മതിയാവുള്ളൂ? അൺകൗണ്ടബിൾ ആയേ മതിയാവുള്ളൂ. നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി ക്യാരക്ടറൈസേഷൻ തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കും.